guys, welcome back to Greatax. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ബ്രോക്കൺ ടെക്സ്റ്റ് ചാലഞ്ച്. എനർജി വന്നാ എന്തെങ്കിലും കുടിച്ചാർന്നാ? ഇല്ലേ, കുടിക്കാൻ എനർജി വരില്ല. പാല് കുടിച്ചാർന്നാ? ഇല്ല. സോ ഗൈസ്, അപ്പോൾ ഇതിന്റെ റൂൾസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഒരു സെന്റൻസ് ഉണ്ടാവും, ഒരു സെന്റൻസ് അല്ല, ഒരുപാട് സെന്റൻസ് ഉണ്ടാവും. ആ ഒരുപാട് സെന്റൻസിന്റെ ഇടയിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും. മിസ്റ്റേക്സ് വെച്ചാൽ ഇപ്പൊ ലെറ്റേഴ്സിൽ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഐ ലവ് യു എന്നുള്ള ഒരു സെന്റൻസ്, അതിനകത്ത് ലവിന്റെ ലെറ്റേഴ്സ് ഫുള്ള് മിസ്റ്റേക്കിലായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ അതിൽ ലവ് എന്നുള്ള LOV അല്ലേ, അതിനകത്ത് OU ഉണ്ടാവത്തില്ല, LV എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പോൾ LLV എന്നും ആയിരിക്കും ഇട്ടുക. നമ്മൾ ഗസ്റ്റ് ചെയ്തെടുക്കണം. സോ ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഉള്ള വലിയ വലിയ സെന്റൻസുകളും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അത് 3 ലെവലായിട്ടാണ് വരുന്നത്. നോർമൽ ലെവല് ആൻഡ് മീഡിയം ലെവൽ ആൻഡ് ഹാർഡ് ലെവൽ OB അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറവ് മിസ്റ്റേക്സ് ആരാണോ വരുന്നത് അയാളായിരിക്കും ജയിക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് അടിക്കാത്ത ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ആൻഡ് ഇപ്പം തന്നെ ബെൽ ബട്ടൺ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ എനേബിൾ ചെയ്തിടുക. ആൻഡ് ഇപ്പോൾ പോയാലോ? ഇതെന്താ? ഇത് കണ്ണാടി കണ്ടിട്ടില്ല? ഇതോ കണ്ണി വെക്കാൻ? ഇത് കണ്ണാടിയല്ല, ഇത് കൂളിംഗ് ഗ്ലാസ് ആണ്. ഇത് പകലിടുന്നല്ല. അതെടുത്ത് ഓവനകത്ത് ചൂടാക്കി തിരിക്കുക. ആണോ? തരാം. അതെന്ത് സാധനം? ഓവനിൽ ചൂടാക്കി ഇയാളെ വാട്സപ്പ് കോമഡി പഠിച്ചു വന്നിട്ടുണ്ട്. അതാരെന്നറിയാം? 24 അമ്മാവാ. വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. സാധനം പൊരുടി ബ്രോ ഓരോരുത്തർക്കും ഓരോന്ന് തിന്നുന്നല്ല തരാം. അത് ഊരി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാഴ്ചക്കുറവുണ്ടാ? നിനക്ക് കാഴ്ചക്കുറവ് ഇല്ല. ആരും കാഴ്ചക്കുറവുണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുക. താൻ പോട്ടെ. പിന്നെ അല്ലാതെ കഴിഞ്ഞ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? അല്ലേ? അങ്ങോട്ട് മാറി നിന്റെ അടുത്ത് നിന്ന് മാറി തന്നെ ഇരിക്കണം. എന്തുകൊണ്ടാന്ന് അറിയോ? ഞാൻ അടുത്തിരുന്ന നീ അല്ല, നിനക്ക് തന്നെ അറിയണോടാ. ഇതന്നെ നിന്നെ കൊണ്ട് പറ്റുള്ളൂടാ മക്രി. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ അല്ലേ? Your brain is an amazing organ. It doesn't read every letter but the word as a whole. Even if the things are messed up, you can still understand it quite easily. Whole and the whole. The human brain is like a puzzle scram. It takes pieces of information and automatically arranges them. You don't even have to think too hard. എന്താണ്? അത് ഏതാണ് എഴുന്നൂറ് മനസ്സിലായില്ല. When you read this, you will notice that things do not have to be perfect. Your mind will just make sense of it. It's almost like magic. തെറ്റാ. അതിലിവൻ ഇത് വായിച്ചിട്ടില്ല. To be. I don't have to be എന്ന് വായിച്ചിട്ടില്ല. പിന്നെ തിങ്സ് തെറ്റും ചെയ്തു. ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. തെറ്റിക്കുന്നതിന് മൈനസ് ഇടാന്ന് പറയുന്നുണ്ട്. അപ്പോ ബ്രോ തന്നെ തെറ്റിച്ചു. അപ്പോ -1. ബ്രോയും ഒരെണ്ണം തെറ്റിച്ചു. ഞാൻ -1. ബ്രോ 3 തെറ്റിച്ചു. 2 പൈ സ്കോർ ആണല്ലോ. -2. ഉച്ചയ്ക്കല്ലേ ബ്രോ? തെറ്റൊക്കെ ആർക്കും പറ്റും. ബ്രോ തോക്കോ ചെയ്തേ. ബ്രോയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? മിണ്ടാണ്ടിരിക്കും കുറച്ചേരം ഇങ്ങനെ. ബ്രോ ഒരാഴ്ച മുമ്പ് ഇട്ട സാധനല്ലേ ഏത്? അത് കഴിവുള്ളവർ ഇടുമ്പോ അത് വേറെ കഴിവില്ലാത്തവർ ഇടുമ്പോ അത് വേറെ ആയിട്ട് കാണും. നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഗയ്സ്, സെക്കൻഡ് റൗണ്ടിൽ ആരാ വായിക്കണ്ടേ? കൊമ്പാച്ചൻ. 1 2 3 സ്റ്റാർട്ട്. റീഡിംഗ് അറിഞ്ഞൂടാത്ത ടെക്സ്റ്റ് ഈസ് ലൈക്ക് സോൾവിംഗ് എ റിഡിൽ. ഇറ്റ് സ്പീക്ക് യുവർ ക്യൂരിയോസിറ്റി ആൻഡ് കീപ്സ് യു എൻകറേജ്ഡ് യെറ്റ് ഇറ്റ് ഫ്ലോസ് സോ സ്മൂത്ത്ലി. പീക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വായിച്ചില്ല. ഇത് 2 വായിക്കത്തുള്ളൂ. പിന്നെ റീഡിംഗ് അത് വായിച്ചില്ല ഞാൻ. രണ്ടാമത്തെ വായിച്ചില്ല. പിന്നെ ക്യൂരിയോസിറ്റി അത് പീക്സ് ഒക്കെ ഞാൻ വായിച്ചു. പീക്ക് പറഞ്ഞോളൂ. ജംബിൾഡാ? അതെന്ത് വീടാ?
അപ്പൊ എന്റെ മിസ്റ്റേക്സ് എന്തിനാ ബ്രോ അത് നോക്കണം? അല്ല ബ്രോ എന്താ ബ്രോ കണ്ണാടിയൊക്കെ വെച്ച് ബ്രോ അല്ലേ പറഞ്ഞ രാത്രി എന്തോ കണ്ണാടി വെക്കത്തില്ല അങ്ങനെ ഇങ്ങനെ തേങ്ങ എന്നൊക്കെ ഷെയ്ഡ്സ് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹെഡേക്ക് വരുന്നു. ആണോ? ഓക്കെ ബ്രോ ഓക്കെ താങ്ക്സ് പറഞ്ഞോണ്ടല്ലോ. എന്തായാലും ഹെഡേക്ക് വരും കാരണം അത് 50 രൂപയുടെ ഇത് ഇച്ചിരി വിലയാണ്. ഇതിട്ട് എത്ര രൂപ ബ്രോ? 150 രൂപ. 2500. അത് ആരുടെയാണെന്നറിയോ? അത് ആരുടെയാണെന്നറിയോ? ഇതെന്റെ എവിടുന്ന് ഏത് അല്ല ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ബില്ല് വേണം. ബില്ല് ആ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുക. അപ്പൊ എന്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ സെക്കൻഡ് വൺ മിസ്റ്റേക്ക് ആണ്. പിന്നെ അത് പീക്സ് അല്ലേ? 1 2 3 -3 കൂട്ടുവാണെങ്കിൽ അപ്പോൾ -4. നെക്സ്റ്റ് വൺ എഡിൻ ബിസിബി കമോൺ. സെക്കൻഡ് വൺ മാത്രം മടക്കി. ആൾക്കാർ അപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലേ? 3 2 1 സ്റ്റാർട്ട്. യുവർ ഐസ് ആർ സ്നീഡിങ് ലെറ്റേഴ്സ് to the brain, but the brain is doing the hard work. It stops pattern and knows what you mean. Clever is not it. ഈസിൻ്റെ പിന്നെ കറക്റ്റ് ആണ്. സെൻഡിങ് എന്നാണോ? അത് അതേപോലെ തന്നെ വായിക്കണം മിസ്റ്റർ. അത് തന്നെയാണ് കറക്റ്റ്. ഈസിൻ്റെ അല്ലേ? ഈസിൻ്റെ അല്ലേ? ഇവൻ നോട്ട് എന്ന് പറഞ്ഞത് അത് ഇത് വായിക്കണം. അതിലുള്ളത് വായിക്കുന്നു. ഇനി കയ്യിന്നിടല്ലേ ബ്രോ? അതിന് അങ്ങനെ വായിക്കും, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യും. എടാ നീ കയ്യിന്നിടണ്ട, നീ അതീത്തുള്ളത് വായിച്ചാ മതി. ഇത് എന്തിട്ടത് Tests like this shows how fantastic the mind is. Jumbled or not, we read it anyway. Because our brain loves solutions. Because ഓഫ് വായിച്ചേട്ടാ. ബിക്കോസ് രണ്ടോട്ടോ ഓഫും വായിച്ചേട്ടാ. ബിക്കോസ് അത് ഇത് പാഷനേറ്റിംഗ് ആയിരുന്നല്ലേ? പാഷനേറ്റിംഗ്. അപ്പൊ അതിനുള്ള മൈനസ്. അപ്പൊ എത്ര മൈനസ്? എത്ര മൈനസ്? 3. അപ്പോ -4. ഓ ഒപ്പമുണ്ടല്ലോ ബ്രോ. Keep it up. അങ്ങനെ ചിരി വന്നിട്ട് തിരിച്ചാൽ മതി. അല്ല അങ്ങനെ അല്ലല്ലോ ചലഞ്ച്. ഞാൻ പലതും പറയാം. അല്ല എല്ലാം തുറന്നു നോക്കി എടുക്കുന്ന ആവശ്യം എന്തിനാ ബ്രോ ഇങ്ങനെ റേസ് ആവുന്നത്? നിന്നോട് ചിരിക്കാൻ ഞാൻ പറഞ്ഞ ഇല്ലല്ലോ. ഇല്ല അത് കൊള്ളായിരുന്നു. പക്ഷെ ചെറിയ രീതി എനിക്ക് വന്നായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പോ ഇത് ഹാർഡ് ലെവൽ 2 ആണ് വരുന്നത്. ഹാർഡ് ലെവൽ അല്ല, മീഡിയം ലെവൽ ആണ് വരുന്നത്. ബ്രോ കുറേ ഉണ്ടല്ലോ. Many people have no idea how crazy the human mind really is. If the first and last letters are correct, the rest can be a complete mess. Your brain will split, make sense of it. This is because it uses context and pattern recognition. It doesn't walk letter by letter. It jumps something to many things. സോ ഗൈസ് അപ്പോ ജക്ടർ മൈമയുടെ 5 മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാ 5 മിസ്റ്റേക്ക്? ഓർഡർ മെസ്സസ്, സ്ലിറ്റ് പറഞ്ഞത് സ്പ്ലിറ്റ് എന്നാണ് പറഞ്ഞത്. അത് സ്റ്റില്ലാണ്. അതിന്റെ സ്പ്ലിറ്റ് എന്നല്ല. ഓക്കെ കോണ്ടക്സ്റ്റിനെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ട്രേറ്റും സ്ട്രേറ്റും മീനിങ്. അപ്പൊ കറക്റ്റ്. സോ ഗൈസ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഞാനല്ലേ? The brain doesn't care about spelling as much as we think. It looks for logical pattern and pictures in text. This is why we can read paragraph like this so quickly. Our mind filters out unneeded information. It keeps the main idea and discards the rest. Reading is more about meaning than mechanics. അതെത്രണ്ണ? രണ്ട് മൈനസാണ് ഗൈസ്. എനിക്ക് 2 മൈനസാണ് ഗൈസ്. Your brain doesn't just read,
It guesses. It makes so many spelling judgments without you even knowledge. This is what makes jumbled text so incredibly fantastic. It's a test of your perception and അതറിയത്തില്ല. Even if some treats are crazy, the minigay is still clear. Reading like this is fun and brilliant. സോ ഗൈസ്, അപ്പോൾ എഡ്വിൻ ബി സി വിക്ക് വന്നേക്കുന്ന 7 മിസ്റ്റേക്സ് ആണ്. ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് നോയിങ്, പിന്നെ ഒരെണ്ണം ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് 2 എന്നായിരുന്നു ഇപ്പം പറഞ്ഞത്, ഇതിനകത്തുള്ളത് സോ എന്നാണ്. പിന്നെ ഉള്ളത് ഫാസിനേറ്റിങ് ആൻഡ് പിന്നെ അതേതാണ് ലാസ്റ്റ് ആ കോംപ്രഹെൻഷൻ ആൻഡ് ലെറ്റേഴ്സ്, പിന്നെ മീനിങ് ആണ്, മീനിങ് ആൻഡ് സ്റ്റില്ല്, പിന്നെ സ്റ്റില്ല് കറക്റ്റ് ആണല്ലേ, സോറി ബ്രില്യൻ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. കട്ടിയുള്ള സാധനമാണ് കിട്ടിയത്. എന്തോ ഇതിനകത്ത് ഇൻഗ്രീഡിയബിലിറ്റി ഒക്കെ ഇയാൾ എന്ത് കണ്ടിട്ടാ നോട്ട് ചെയ്തേ? തെറ്റ് കണ്ടല്ലോ, തെറ്റല്ലല്ലോ. പെട്ടെന്ന് തോന്നിയ മാർക്ക് ചെയ്ത് വെച്ചെന്നോ, ഇനി ഡബിൾ ചെക്ക് ചെയ്യാലോ. 7 മൈനസ്, അപ്പോൾ 7 മൈനസ് 11 മൈനസ് അതിന്റെ പക്കറി എന്തായത് ഭയങ്കര വരും. ഇതേപോലത്തെ സാധനങ്ങൾ വരും, അപ്പൊ നിങ്ങൾക്കും വരും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാർഡ് ലെവൽ ലോബി എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഇവിടുത്തെ നമ്മുടെ ചലഞ്ച് തീരുകയാണെന്നാണ് പറഞ്ഞത്. 11 മൈനസ് ആയിട്ട് ഞാൻ നിപ്പുണ്ട്, പിന്നെ ജക്ടറേട്ടൻ 9 മൈനസ് ആയിട്ട് ഇപ്പുണ്ട്, കൊമ്പാച്ചൻ 6 മൈനസ് ആയിട്ട്. ഐ തിങ്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താ കണ്ണാടി പറ്റിയേ? കണ്ണാടി വെച്ച് സൂപ്പറായിരുന്നു. കാണാൻ നിൽക്കായിരുന്നു. ശരി, ഇത് കാര്യമുണ്ട്. പല പ്രാവശ്യം പല തവണ അമ്പോ എന്റെ അമ്മോ മാസിടാ ജയിക്കുന്ന ഉറപ്പല്ലേ? ആരാ? ആ പിന്നല്ല ബ്രോ ജയിച്ചില്ല, പിന്നെ ആര് ജയിക്കാനോ? സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതിപ്പോ ആരാ വായിക്കണ്ടേ? ഞാൻ വായിച്ചോളാം. When you first looked at this, you probably thought it was a garbage, but you soon list started to read it without even trying. This is because your mind doesn't work like a dictionary. It doesn't need every letter in the right place. It only cares about the start and end. The rest is all about recognizing patterns. Your brain doesn't panic, it actually adjusts quickly. This works every time you look at jumbled text. The more you read, the faster you get. Your mind is regular അറിയത്തില്ല മാസ്റ്റർ. സോ ഗൈസ്, അപ്പോൾ എഡിൻ ബി സിയുടെ മിസ്റ്റേക്ക് വന്നത് ഫസ്റ്റ് വൺ മറ്റേ ലുക്ഡ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇറ്റ് വാസ് എ ഗാർബേജ് എന്നാണ് അവൻ പറഞ്ഞത്, പക്ഷേ ഇറ്റ് വാസ് ഗാർബേജ് എന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് തേർഡ് വൺ സ്റ്റിൽ എന്നുള്ളത്. ഫോർത്ത് വൺ ഇറ്റ്സ് ഡസിൻ്റ് എന്നാണ് അവൻ പറഞ്ഞത്, അത് ഡസിൻ്റ് എന്നായിരുന്നു. ആൻഡ് പിന്നെ ഫിഫ്ത്ത് വൺ വരുന്നത് അഡ്ജസ്റ്റ് എന്നാണ് അവൻ പറഞ്ഞത്, അഡ്ജസ്റ്റ് ക്വിക്കിലി എന്നാണ്. പിന്നെ നെക്സ്റ്റ് സിക്സ്ത് വൺ വരുന്നത് ലുക്ക് എന്നുള്ളതാണ്, അവൻ ലോക്ക് എന്നാണ് പറഞ്ഞത്. ആൻഡ് സെവൻത് വൺ യുവർ മൈൻഡ് ഈസ് എ റെഗുലർ, എ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ലാസ്റ്റ് 8th വൺ പസിൽ മാസ്റ്റർ എന്നായിരുന്നു, അത് പസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ 8 മൈനസ്. സോ ഗൈസ്, അപ്പോൾ ടോട്ടൽ 8 മിസ്റ്റേക്ക് ആണുള്ളത്, അപ്പോൾ -19. സോ ഗൈസ്, അപ്പോൾ ഞാൻ തന്നെ വായിക്കാം. സെക്കൻഡ് വൺ, ലെറ്റ്സ് ഫേസ് ഇറ്റ്, ഹ്യൂമൻ ബ്രെയിൻസ് ആർ മാർവലസ്. യു ക്യാൻ റീഡ് ടെക്സ്റ്റ് ദാറ്റ് ഷുഡ് ബി ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ, യെറ്റ് യു ആർ ഡൂയിങ് it right now. This text is full of mistakes, jumbles and confusing spaces, but you still get the point, don't you? The brain usual pieces context and experience to make sense of things. It can unjustable text within seconds. It might look like chaos, but to you it's a causal meaning. This situation makes you realize how intelligent your unconscious really is. The next time someone makes a spelling mistake,
tell them it's just mind Tajik. ഓ അതടിപൊളിയായിട്ടാ. അത്ര കുറേ തെറ്റിയിട്ടൊന്നുമില്ല. ഞാൻ നോക്കിയാൽ 1 2 3 5 തെറ്റ് വന്നിട്ടുള്ളൂ. 6 സോ ഗൈസ്, അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് വന്നേക്കുന്നത് അൺഅണ്ടർസ്റ്റാൻഡബിൾ എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു, അത് 1. പിന്നെ ഷേപ്സ് എന്നായിരുന്നു 2, ആൻഡ് യൂഷ്വൽ എന്നായിരുന്നു 3, ആൻഡ് അൺജമ്പിൾ എന്നായിരുന്നു 4, ആൻഡ് പിന്നെ ചൂസൺ എന്നായിരുന്നു 5, ആൻഡ് പിന്നെ മാജിക് 6. ടോട്ടലി എൻ്റെ 6 മിസ്റ്റേക്സ് ആണ് വന്നിരിക്കുന്നത്. 6 അപ്പോൾ -12. Have you ever wondered how your brain is able to do this? This isn't just a parrot trick. It's a powerful example of how mind can separate on pattern and context. We read faster than we think, and most of the time we don't even notice the mistakes. Sometimes words can be complete gibberish, but your mind will still process them. It's like your brain fills in the blanks automatically. So as long as the first and last letters are okay, your brain will figure it out. Even if there are a few wrong letters, you can still understand the meaning. This phenomenon works. The human brain is naturally good at recognizing patterns, so the test looks broken. സോ ഗൈസ്, അപ്പോൾ ജക്ടമേമിയുടെ മിസ്റ്റേക്സ് വന്നിരിക്കുന്നത് 1 പാർലർ, 1 പാർലർ ആയിരുന്നു, പിന്നെ 1 ഓപ്പറേറ്റ് ആണ്, പിന്നെ 1 ആൻഡ് പിന്നെ ഗിബ്രലിഷ്, ബിക്കോസ് ഇതാണ്. ഇത്രയാണ് ജക്ടമേമിയുടെ മിസ്റ്റേക്സ് വന്നിരിക്കുന്നത്, 6 എണ്ണം. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ -6 കൂടെ കൂട്ടുകയാണെങ്കിൽ -15. So the winner is after a long time. കുറച്ചായിരുന്നു ഞാൻ ചലഞ്ച് കഴിച്ചിട്ട് തിരിച്ചുവരവായിട്ട് കൂട്ടിയത്. അപ്പോൾ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 12 പോയിന്റ്, എഡിൻ ബി സി ബിക്ക് 19 പോയിന്റ്, ആൻഡ് ജക്ടമാമിക്ക് 15 പോയിന്റ്. നെഗറ്റീവ് ആണ്. നെഗറ്റീവിലാണ് നമ്മൾ എല്ലാവരും ജയിച്ചത്. നെഗറ്റീവ് ഏറ്റവും കൂടുതൽ നെഗറ്റീവിൽ ഏറ്റവും കുറവുള്ള എനിക്ക്. ഈ സംഭവം ഇതിന്റെ ഗെയിം എന്താന്ന് വെച്ചാല് ഫുള്ള് റോങ് ആയിട്ടായിരിക്കും ലെറ്റേഴ്സ് അവിടെ മാറി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ കോമൺ വേർഡ്സ് ആയ ദിസ് ദാറ്റ് വേർ ഇതൊക്കെ നമ്മൾ എങ്ങോട്ട് തിരിച്ചിട്ടാലും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇത് ചില വേർഡ്സുകളുണ്ട്, ഈ അൺഎക്സ്പെക്റ്റഡ്, അൺഫാക്സിനേറ്റിംഗ്, അൺറീഡബിൾ, അങ്ങനത്തെ കുറെ വേർഡ്സ്, അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ വേർഡ് അല്ലാത്തവർ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കുറച്ച് നേരം നോക്കിയിട്ടായിരിക്കും ചെയ്യേണ്ടി വരാം. അപ്പൊ അതൊക്കെ മൈൻഡിന്റെ പവർ പോലെ ഇരിക്കും. നമ്മൾ എങ്ങനെയാണ് അത് എന്തായാലും വായിക്കാൻ കിട്ടും. നോർമലി നമ്മൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന മെയിനായിട്ട് ഈ ഒരു ഗെയിമിൽ വേണ്ടത് മൈൻഡ് പവർ. ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് പകുതിയും മുക്കാലും വേർഡ്സ് നമുക്ക് കിട്ടിയത് നമ്മളത് നേരത്തെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൈൻഡ് പവർ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ സത്യമല്ല, എന്തൊരു മൈൻഡ് പവർ അല്ലേ ഇങ്ങനെ. ഓ, ഞാൻ തന്നെ അതിശയിച്ചു പോയി. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും അടിപൊളി ചലഞ്ച് ആയിരുന്നു. എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് തന്നെ തോറ്റു. അങ്ങനെ അടിപൊളിയായിട്ട് തോറ്റു ഗൈസ്. എനിക്കൊന്നും പറയാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ജക്ടർമേമി വിരമിക്കുക. അതെ ഗൈസ്, ഇവിടെ 16 നേരം ഇങ്ങനെ തിന്നുന്നേ. ഇവിടുത്തെ എക്സ്പെൻസ് വാണം വിട്ട പോലെ കേട്ടുന്ന താനാ. മനുഷ്യര് കഴിക്കണ്ടേ? കഴിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങളുടെ മൈക്ക് ഒരു 16 പ്രാവശ്യം താഴെയിട്ട് ഞങ്ങളുടെ 2 ബൗള് പൊട്ടിച്ച് വേറെ ഞങ്ങളുടെ ഇവിടുത്തെ ലൈറ്റ് കേടാക്കി. ഉണ്ടായിരുന്ന കുറച്ച് ഓഡിയൻസ് അവരാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞ് ഞങ്ങളെ തെരു വിളിക്കുന്നത്. തൊട്ട് മറ്റേ ആകാശം വന്ന് ഇടുത്തി വീണ പോലെയാ. അതൊക്കെ വന്ന് കയറേണ്ട ഐശ്വര്യല്ല, ഐശ്വര്യം, ഭാഗ്യം. ബൂട്ട് ക്യാമ്പ് പാതാളത്തിലേക്ക് പോകായിരുന്നത്. സെറ്റാക്കി തരാം. അതെ, കൂടിപ്പോയ ഒരാഴ്ച അതിനുള്ളിൽ ബൂട്ട് ക്യാമ്പ് അടിയിലേക്ക് ഒരു മാസത്തിനുള്ളിൽ ബൂട്ട് ക്യാമ്പ് കൂട്ടിയിട്ട് എനിക്ക് കാണുന്നത്. അതെ, ഇങ്ങനെയായിരിക്കും. ഫുൾ ഐശ്വര്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഹൈറെക്സിന്റെ ടീഷർട്ടിന്റെ ലിങ്ക്
ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, മേടിക്കുക. ആൻഡ് അതിന്റെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് സെക്ഷനിലും അല്ലാതെ നമുക്ക് DM ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടാണെങ്കിലും എല്ലാം നമുക്ക് അറിയിക്കുക. ആൻഡ് അപ്പോൾ ഇന്നത്തെ പിന്നെ അതൊക്കെ ആ ഒരു ടീഷർട്ട് ഇട്ട് നമ്മൾ ഡാൻസ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് കൊളാബ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഐവെക്സിന്റെ പേജിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ അത് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറി മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ റീമെൻഷൻ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ പോയി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓ എന്തൊരു ഒലിപ്പീരാണോ താൻ എന്തുവാണോ തന്നെ കൊച്ചാണോടോ അത്? അതെ, തരൂല. ഇത് നിന്റെ മമ്മി നമുക്ക് ഓടാ. ഗൈസ്, ഞാൻ നോക്കാൻ നേരത്തെ ഇയാൾ കുഞ്ഞാവനെ പിടിച്ചോണ്ട് നടക്കുന്ന പോലെ ഏത് നേരം ഇതും ഒക്കത്ത് പിടിച്ചോണ്ട് ചലഞ്ചിന് വരെ കാലിന് മൂട്ടിക്കൊണ്ട് വെച്ചേക്കുന്നത്. നന്നായി അടയ്ക്കാൻ നമുക്കറിയാവേ. വിട് 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 പോടെ നിന്റെ ചക്ക വറുത്തതാ. എന്റെ വീട്ടിൽ നിന്ന് മമ്മി ഉണ്ടോന്നല്ലേ? അപ്പൊ എനിക്ക് എന്തൊരു കണക്ക് പറഞ്ഞതാ. അതിന്റെ വീട് ഞാൻ ബർഗർ സാധനം കൊണ്ടുവരുമ്പോ തരാറില്ലേ? കേട്ടിട്ടില്ല. ഓ നീ ഒന്നും നീ ആപ്സ് ഉണ്ടായിരുന്നു.